ഈ അടുത്തൊരു ഫിലിം സ്റ്റാർ മരണപ്പെട്ടു, നവാസ്, കലാഭവൻ നവാസ്. ചെറുപ്പക്കാരനാണ്, ഒരു കുഴപ്പമുണ്ടായില്ല എന്നാ പറയാ. ഒരു കുഴപ്പവുമില്ലാതെ ഒരാളും മരിക്കില്ല. കുഴപ്പമുണ്ടായത് അയാൾ എന്താക്കും, അഡ്ജസ്റ്റ് ചെയ്ത് പോവും. നല്ല കാറ് മേടിച്ചു, ചെറിയൊരു സൗണ്ട് കേട്ടപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് ഓടി എവിടെയെങ്കിലും കാട്ടി പോയിട്ട് ബ്രേക്ക് ഡൗൺ ആയാലാണ് പ്രശ്നമാവുക. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരം വച്ചിരിക്കരുത്. അയാളുടെ പ്രശ്നം തൽക്കാലത്തേക്ക് മാറാനാണ് അയാൾ ഓടുക. അയാളുടെ ഓട്ടത്തിന്റെ ഇടക്ക് ബോഡിയിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റെപ്പ് കയറുമ്പോ, കയറ്റം കയറുമ്പോ കിതപ്പ് വരിക, നെഞ്ചിൽ ഒരു ഹെവിനെസ് വരിക. അത് സഡൻ അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയാണ്. നെഞ്ചിൽ ഭാരം കയറ്റി വെച്ച പോലെ ഹെവിനെസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പൊ ചിലപ്പോ കുളിക്കുമ്പോ ചിലപ്പോ അറ്റാക്ക് വരാം. രാത്രി കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോ മരിച്ചു പോയിട്ടുണ്ടാവാം. അറ്റാക്കിന് ഒരു സാധ്യത കിടപ്പുണ്ട്. ഇതൊന്നും ഒരു രോഗമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോയതല്ല. മുട്ടിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഹാർട്ടിന്റെ പ്രശ്നമാകാം. കാരണം മുട്ടുവേദനയുടെ കാരണം പലപ്പോഴും ഹാർട്ട് സംബന്ധമായ വിഷയങ്ങളാവാം. അത് ദൈവം തമ്പുരാൻ ഒരാൾക്ക് മുട്ടിന് അങ്ങനെ ഒരു പ്രശ്നം കൊടുത്ത് നടക്കാൻ ബുദ്ധിമുട്ട് കൊടുത്താൽ അവന്റെ നടത്തം കുറയുമ്പോൾ വലിവ് കുറവുള്ള ഹാർട്ട് ആണെങ്കിൽ അതിന് ഓവർലോഡ് വരാത്തത് കൊണ്ട് കുറച്ചു നാൾ കൂടി ജീവിച്ചോളൂ. മുട്ടുവേദന മാറണമെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നം മാറണം. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. സ്റ്റെപ്പ് കയറുമ്പോ, കയറ്റം കയറുമ്പോ കിതപ്പുണ്ടോ, മുട്ടുവേദന ഉണ്ടോ എങ്കിൽ നിനക്ക് ആദ്യം മാറേണ്ടത് ഹാർട്ടിന്റെ പ്രശ്നമാണ്. മുട്ടിന്റെ വേദന മാറി, നീ നന്നായിട്ടാണ് നടന്നു, ഹാർട്ടിന് പ്രശ്നമുള്ള ആളാണ്, അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വന്നത് മുട്ടുവേദനക്കാണെങ്കിൽ മുട്ടുവേദനയാണോ ആദ്യം മാറേണ്ടത്? അല്ല, അത് വരാനൊരു കാരണമുണ്ട്. ഇതിന്റെ പേരാണ് റൂട്ട് കോസ്. അതിന് നമ്മൾ മലയാളത്തിൽ പറയാം രോഗവും അസുഖവും. രോഗം എന്ന് പറഞ്ഞാല് നമുക്ക് കാണാത്ത എന്തോ ആണ്, നമ്മൾ അറിയാത്ത എന്തോ ആണ്. അസുഖം എന്ന് പറഞ്ഞാല് നമ്മൾ പറയണതാണ്. ഷുഗറിന് ഒത്തിരി നാള് മരുന്ന് കുടിച്ച ഒരാളാണ്, അയാളുടെ ശാരീരികമായി ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവിച്ച ആളാണ്. സെക്സ് പോയി, കാഴ്ച പോയി, കിഡ്നിക്ക് എഫക്ട് ചെയ്തു, എപ്പോഴും ഉറക്കം തൂങ്ങുന്ന ആളാണ്, ശാരീരികമായി ഒത്തിരി അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ആളാണ്. നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയതിനു ശേഷം ശാരീരികമായി എനർജറ്റിക് ആണ് എന്ന് അയാൾക്ക് ബോധ്യം വന്നാൽ അയാൾ ഈ ചികിത്സ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ മുട്ടുവേദനക്ക് വന്നാൽ മുട്ടുവേദന മാത്രമായിരിക്കില്ല അയാളുടെ രോഗം, അത് ആയിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തോ കാരണം കൂടി ഉണ്ടാവും. കാരണം മാറുന്നതിനനുസരിച്ച് എന്റെ ശരീരത്തിന് സുഖങ്ങൾ അനുഭവപ്പെടും. ആ സുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചികിത്സ കണ്ടിന്യൂ ചെയ്യാം. ശരീരത്തിൽ, ബോഡിയിൽ നീരുണ്ടെങ്കിൽ അത് അറ്റാക്കിലേക്ക് വഴിവെക്കാം. കാരണം നീര് കൂടുമ്പോ ഞരമ്പുകൾ ചുരുങ്ങിയാൽ സർക്കുലേറ്ററി സിസ്റ്റത്തെ ബാധിക്കാം. അങ്ങനെ ബാധിച്ചാൽ അറ്റാക്ക് വരാം. അപ്പൊ ബോഡിയിലുള്ള നീർക്കെട്ട്, ആ നീർക്കെട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാം. നമ്മളുടെ സിസ്റ്റം അനുസരിച്ചിട്ട് ആ നീർക്കെട്ട് പോകുമ്പോ ഒന്നുകിൽ കൈപ്പത്തിയിലേക്കോ കാൽപ്പത്തിയിലേക്കോ അത് മാറാം. നമ്മുടെ ട്രീറ്റ്മെന്റ് വരുമ്പോ കാലിന് അത്ര നീരുണ്ടായില്ല, ശരീരത്തിൽ മൊത്തം നീരുണ്ടായി, ആ നീരൊക്കെ പോയി. കാലിന് നീര് കൂടി എങ്കിൽ കാലിന് നീര് കൂടിയത് പേടിക്കണ്ട, അത് എർത്തായി പോകുന്നതോടുകൂടി മാറാറാണ് പതിവ്. അത് അങ്ങനെയാണ് പോകാറ്.